നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 9-ാം തീയതി, 1201-ാം ആണ്ട് വൃശ്ചിക മാസം 23-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ആയില്യ നക്ഷത്രമാണ്. പൊതുവേ ഇന്നത്തെ ദിവസം നല്ലതല്ല. ചൊവ്വാഴ്ച ആയില്യ നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രമല്ല, ശുഭനക്ഷത്രമല്ല. അപ്പോൾ രണ്ടും കൊണ്ടും നക്ഷത്രവും കൊള്ളത്തില്ല, ദിവസവും കൊള്ളില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം പൊതുവേ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമല്ല. അതുകൊണ്ട് ശുഭകാര്യങ്ങൾക്കൊന്നും ഇന്ന് ശുഭകാര്യങ്ങൾക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു പോകുന്നതല്ലാതെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ഇതിൽ കൈവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചെയ്യുന്നത് അത്ര കണ്ട് സക്സസ് ആവില്ല. അതുപോലെ ഇന്ന് ചൊവ്വ എന്ന് പറഞ്ഞ ഗ്രഹം ശത്രുഗ്രഹമായതുകൊണ്ട് നമുക്ക് ശത്രുഭയം ഉണ്ടാകാനിടയുള്ള ദിവസമാണ്. ഇപ്പോൾ മേലുദ്യോഗസ്ഥരോടെ സംസാരിക്കുന്നതാവട്ടെ, മേലുദ്യോഗസ്ഥരാവട്ടെ, കീഴുദ്യോഗസ്ഥരോട് സംസാരിക്കുന്നതാവട്ടെ വളരെ സൂക്ഷിച്ചായിരിക്കണം. വാക്കുകൾ തന്നെ ശത്രുതയ്ക്ക് വഴിതെളിക്കും. നമ്മൾ പറയുന്ന ഒന്നായിരിക്കും, അവരെടുക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ പിന്നെ ആ ശത്രുത ഇങ്ങനെ നിൽക്കും. മനസ്സിൽ എന്നെ അങ്ങനെ പറഞ്ഞു കളഞ്ഞു, അങ്ങനെയാണ് പറഞ്ഞത്, ഉദ്ദേശിച്ചത് അതാണ് എന്നൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധയോടുകൂടി പോകണം. അതുപോലെ ആക്സിഡൻറ്റ്, തീപ്പൊള്ളൽ ഇതൊക്കെ വരാനിടയുള്ള ദിവസമായതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ ഓട്ടിക്കുന്നിടത്തും ഒക്കെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. നമുക്ക് ഈ ഒരു ദിവസത്തെ കാര്യം മാത്രം മതി, ഒരു ദിവസം സൂക്ഷിച്ച് പോയാൽ മതി. രാവിലെ ഉറക്കമൊഴിച്ച് രാവിലെ ഇത് കേൾക്കുമ്പോൾ ഇത്തരം നെഗറ്റീവ് കേൾക്കുന്നു എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. കാരണം അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. അതുപോലെ വൃശ്ചിക മാസത്തിലെ ആയില്യ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ മോശപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക്. വളരെ സന്തോഷപ്രദമായ വർഷമല്ല, മോശപ്രദമായ ഒരു വർഷമാണ് നിങ്ങളുടേതെന്ന് അറിയുക. പലതരത്തിൽ തടസ്സങ്ങൾക്കും ക്ലേശത്തിനും അസ്വസ്ഥതയ്ക്കും ടെൻഷനും ഒക്കെ ഇടവരുന്ന ഒരു വർഷമാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോവേണ്ട ഒരു വർഷമാണ് നിങ്ങളുടേതെന്ന് അറിയുക. കാരണം ആക്സിഡൻ്റ് ഉണ്ടാവാം, സർജറിക്ക് വിധേയമാവാം, അതുപോലെ കേസ് വഴക്കുകൾ വരാം, പ്രത്യേകിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാവാം, ബൗണ്ടറി പ്രശ്നം വരാം. അതുപോലെ ഭൂമി ഇടപാടുകൾ വല്ലതൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ചായിരിക്കണം ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ വേണ്ടി ഈ ചൊവ്വയുടെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി ജ്യോതിഷശാസ്ത്രപ്രകാരം സുബ്രഹ്മണ്യ സ്വാമിക്ക് മാത്രമേ ശക്തിയുള്ളൂ. നമുക്കിവിടെ നവഗ്രഹ ക്ഷേത്രങ്ങളില്ല എങ്കിൽ പിന്നെ ചൊവ്വയുടെ ക്ഷേത്രത്തിൽ പോയി ചൊവ്വയ്ക്ക് പരിഹാരം ചെയ്താൽ മതി. നമുക്ക് നവഗ്രഹ ക്ഷേത്രങ്ങൾ സെപ്പറേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ദേവതയായ സുബ്രഹ്മണ്യ സ്വാമിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭസ്മാഭിഷേകമോ പഞ്ചാമൃത അഭിഷേകമോ അർച്ചന നടത്തണം. മാസത്തിൽ ഒരു ചൊവ്വാഴ്ചയെങ്കിലും ചെയ്യണം. ആരെങ്കിലും നമുക്ക് പോകാൻ അസൗകര്യം ഉള്ളതുകൊണ്ട് ആരെങ്കിലും കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുക. അതിനൊപ്പം തന്നെ ശ്രീമുരുക യന്ത്രം അപകടങ്ങളോ കഷ്ടതയൊന്നും വരാതിരിക്കാൻ വേണ്ടി മൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ഒരു താഴ്ത്ത് ദേഹരക്ഷ ദേഹത്തോ പേഴ്സിലോ നമ്മളെ ബാഗിലോ നമുക്കൊപ്പം ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. ഈ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് രാഹുകാല സമയം വരുന്നത് ശരിക്കും 3 മണി 6 മിനിറ്റ് തൊട്ട് 4 മണി 34 മിനിറ്റ് വരെയാണ് രാഹുകാല സമയം. ഇപ്പോൾ രാഹുകാലം അത് ആക്സിഡൻ്റൊക്കെ വരുന്ന ദിവസമായതുകൊണ്ട് രാഹുകാല സമയം സൂക്ഷിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് കൂടുതൽ യാത്രയൊക്കെ ചെയ്യണം നമ്മൾ രാവിലെ ആയതുകൊണ്ട് പേടിക്കേണ്ട. എന്നാലും ഈ സമയത്ത് ഇറങ്ങുന്നത് ശുഭയാത്രയ്ക്ക് ദൂരയാത്രകളൊക്കെ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചായിരിക്കണം. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 12:17 തൊട്ട് 1:43 വരെയും യമകണ്ഠകാല സമയം 9:25 തൊട്ട് 10:51 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും
ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 11:53 തൊട്ട് 12:41 വരെ. ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റ് സമയവും നമുക്ക് എടുക്കാം. കാരണം ഒരു പ്രത്യേക കവചം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തരുന്നത് സമയമായതുകൊണ്ട് അതുകൊണ്ട് അത് പ്രത്യേക മുഹൂർത്തമായിട്ട് തന്നെ അതിനെ കാണാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റെഡ് മിക്സ് ആയിട്ടുള്ള കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഫുൾ ചുവപ്പായിട്ട് നടക്കണമെന്നല്ല. അപ്പോൾ നമുക്ക് അത് ഉൾപ്പെടുത്തുക. അത് നമുക്ക് ചൊവ്വയുടെ നെഗറ്റീവ് കുറയ്ക്കാനും ചൊവ്വയുടെ പോസിറ്റീവ് നമ്മളിലേക്ക് ആഗിരണം ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു കഷ്ടതയും കൂടാതെ നല്ലത് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.